എ ലോട്ട് ക്യാൻ ഹാപ്പൻ ഓവർ എ കോഫി. ഇങ്ങനൊരു ടൈറ്റിൽ എവിടെയും കേട്ടിട്ടുണ്ടോ? ഓഫ് കോഴ്സ് ഇസ് റൈറ്റ്. ഇന്ത്യയിലെ ഏതെങ്കിലും പ്രമുഖമായ ഒരു നഗരത്തിലൂടെ നിങ്ങൾ കാർ ഓടിച്ച് പോകുമ്പോൾ ഒരു ചുവന്ന ബോർഡിൽ വെള്ള അക്ഷരത്തിൽ കാണാൻ പറ്റും കഫേ കോഫി ഡേ അഥവാ CCD. അതെ, CCD എന്ന ഇന്ത്യയിലെ കോഫി സാമ്രാജ്യത്തിൻ്റെ അധിപനായ VG സിദ്ധാർത്ഥ ഓർ ദി കോഫി കിങ് ഓഫ് ഇന്ത്യ 1996 ആദ്യമായിട്ട് ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ച അഥവാ കാപ്പി കൃഷി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച VG സിദ്ധാർത്ഥ 1996 ആദ്യമായിട്ട് ബാംഗ്ലൂരിലെ ബ്രിഗേഡ് റോഡിൽ തൻ്റെ ആദ്യ ഔട്ട്ലെറ്റ് ആരംഭിക്കുന്നത്. പിന്നീട് അവിടെ ഉണ്ടായ വലിയൊരു ബൂമാണ്. 2011 ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കഫേ കോഫി ഡേയുടെ ശൃംഖലകൾ 1000-ഓളം കടന്നിരുന്നു ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളുമായിട്ട്. അത്രയും പടർന്നു പന്തലിച്ച വലിയ സാമ്രാജ്യത്തിൻ്റെ പിന്നിലെ വലിയൊരു ശക്തി ഉണ്ടായിരുന്നു. അതായിരുന്നു VG സിദ്ധാർത്ഥ. സ്വന്തമായി കൃഷി ചെയ്ത കാപ്പി കൊണ്ട്, സ്വന്തമായി വികസിപ്പിച്ചെടുത്ത മെഷീൻ ഉപയോഗിച്ച്, സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച ഫർണിച്ചർ കൊണ്ടാണ് CCDയുടെ 1000 ഔട്ട്ലെറ്റുകളും പ്രവർത്തിച്ചത്. ഇത്രയും ഡിഫറൻ്റ് ആയിട്ടൊരു ബിസിനസ് രീതിയാണ് VG സിദ്ധാർത്ഥ തൻ്റെ ബിസിനസ്സിലുടനീളം അവലംബിച്ചു പോകുന്നത്. എന്നാൽ 2019 അദ്ദേഹത്തിനുണ്ടായ ചില പിരിമുറുക്കങ്ങൾ, രാഷ്ട്രീയപരമായ ചില പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ ഇൻകം ടാക്സ് കൊണ്ടുവന്ന ഒരുപാട് നൂലാമാലകൾ, ഇതിനുമെല്ലാം ഉപരി ഓഹരി വിപണിയിൽ വന്ന വൻ ഇടിവ്, ഇതെല്ലാം CCD എന്ന വൻ സാമ്രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. അതെ, 2019 ജൂലൈ 31 നേത്രാവതി നദിയിലെ ഒരുപാട് തിരച്ചിലിനൊടുവിൽ ഒരു ശരീരം ലഭിച്ചു. യെസ്, VG സിദ്ധാർത്ഥയുടെ ഒരു ശരീരമായിരുന്നു. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ മാളവിക ഹെഗ്ഡെ 1991 സിദ്ധാർത്ഥയുടെ ഭാര്യയായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. കർണാടക രാഷ്ട്രീയത്തിലെ മുഖ്യ രാഷ്ട്രീയക്കാരനും MLA മുഖ്യമന്ത്രിയുമായിരുന്ന, MP കേന്ദ്രമന്ത്രിയുമായിരുന്ന, മഹാരാഷ്ട്ര ഗവർണർ കൂടിയായിരുന്ന SM കൃഷ്ണയുടെ പുത്രി കൂടിയാണ് മാളവിക ഹെഗ്ഡെ. 2019 ജൂലൈ 31 മാളവിക ഹെഗ്ഡെയുടെ തലയിലേക്ക് വലിയൊരു ഭാരമാണ് വന്നു ചേർന്നത്. അതെ, കഫേ കോഫി ഡേ എന്ന സാമ്രാജ്യത്തിൻ്റെ ഒരു വലിയ കടബാധ്യത, 7000 കോടി രൂപയുടെ കടബാധ്യതയായിട്ടാണ് മാളവിക ഹെഗ്ഡെ ആ കഫേ കോഫി ഡേ ഏറ്റെടുക്കാൻ പോകുന്നത്. My association with Siddhartha is 32 years. Institution is his world. Employees are family members. I look on the responsibility of running the empire he built. മാളവിക ഹെഗ്ഡെ, CEO കഫേ കോഫി ഡേ. 32 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് നടന്നു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോകം, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം. അത്തരത്തിൽ അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത സാമ്രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. മാളവിക ഹെഗ്ഡെ, CEO കഫേ കോഫി ഡേ. കമ്പനിയുടെ ലാഭമായിരുന്നില്ല അവർക്ക് മുമ്പിൽ ഏറ്റവും വലിയ കടമ്പ, മറിച്ച് 7200 കോടിയുടെ വലിയ കടബാധ്യതയായിരുന്നു. അതെ, മാളവിക ഹെഗ്ഡെ എന്ന സ്ട്രേറ്റ് ഫോർവേഡ് ലേഡി അവരുടെ അഴിച്ചുപണികൾ ആരംഭിച്ചു. 1000 ഔട്ട്ലെറ്റുകളുള്ള കഫേ കോഫി ഡേ 1000 ഔട്ട്ലെറ്റിലുള്ള കാര്യം മറിച്ച് ലാഭത്തിലാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നഷ്ടത്തിലായിരുന്ന എല്ലാ ഔട്ട്ലെറ്റുകളും വിറ്റൊഴിവാക്കി ശേഷിക്കുന്ന 572 ഔട്ട്ലെറ്റിലേക്ക് അവർ ചുരുക്കി. ഒരുപാട് സൈബർ പാർക്കുകളിലും IT പാർക്കുകളിലും സ്ഥാപിച്ച കോഫി വെൻഡിംഗ് മെഷീനുകൾ ഉപയോഗശൂന്യമായിരുന്നു. അവയെല്ലാം തിരിച്ച് കമ്പനിയിലേക്ക് എടുത്തു. പുതിയിടങ്ങളിൽ സ്ഥാപിച്ചു. 33 എക്സ്പ്രസ് കോഫി കിയോസ്കുകൾ സ്ഥാപിച്ചു. അങ്ങനെ പതിയെ കഫേ കോഫി ഡേ എന്ന സാമ്രാജ്യം തകർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ മാളവിക ഹെഗ്ഡെ ഒരുപാട് പരിശ്രമിച്ചു. 2019 7200 കോടി രൂപയുടെ കടം അത് 2020 ആയപ്പോഴേക്കും 3100 കോടിയാക്കി കുറച്ചു. അതായത് വെറും ഒരു വർഷം കൊണ്ട് 4000 കോടിയോളം രൂപയുടെ കടം അവർ തീർത്തു. അതിനുശേഷം 2021 ആയപ്പോഴേക്കും അത് 1700 കോടിയിലേക്ക് വീണ്ടും കുറച്ചു കൊണ്ടുവന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിലാണ് 7200 രൂപയുടെ കടവുമായിട്ട്, അത്രയും കോടിയുടെ കടവുമായിട്ട് മാളവിക ഹെഗ്ഡെ വീണ്ടും ഈ കരിയറിലേക്ക് തിരിച്ചിരുന്നത്. തൻ്റെ ഭർത്താവ് സിദ്ധാർത്ഥ ബിസിനസ് ചെയ്തിരുന്ന കാലത്ത് ഒന്നുപോലും ഇവരുമായി ബന്ധപ്പെട്ട് യാതൊരു ബിസിനസ് ഡീലും ഉണ്ടായിരുന്നില്ല. എങ്കിൽ കൂടി CCD എന്ന സാമ്രാജ്യത്തിൻ്റെ, അത് കോഫി കിങ്ങിൻ്റെ മരണത്തോടു കൂടി ആ വലിയ ഉത്തരവാദിത്വം തൻ്റെ തലയിലേക്ക് എടുത്തു വെക്കുമ്പോഴും അവരുടെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇത് നടക്കുമോ? ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്തിനാണ് CEO ആയിട്ട് മാറുന്നത്? അവിടെ അവർ കൊടുത്ത മറുപടി വെറും 2 വർഷം കൊണ്ട് ഏതാണ്ട് 6000 കോടിയോളം രൂപയുടെ കടം വീട്ടിക്കൊണ്ടായിരുന്നു. അതെ, ചില കാര്യങ്ങൾ ഇമ്പോസിബിൾ എന്ന് പറയുന്നതും നമ്മളൊന്ന് ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ പോസിബിളാക്കി മാറ്റാൻ സാധിക്കും, അല്ലേ? ഒരു കോവിഡ് മഹാമാരിയിൽ ലോകം മൊത്തം സാമ്പത്തികമായി തകർന്നടിഞ്ഞപ്പോഴും വളരെ ബുദ്ധിപരമായ രീതിയിലൂടെ, ടാക്ടിക്കൽ രീതികളിലൂടെ വളരെയധികം പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് മാളവിക ഹെഗ്ഡെ എന്ന ആ സ്ത്രീ അവരുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ഭർത്താവ് പടുത്തുയർത്തിയ സാമ്രാജ്യത്തിൻ്റെ എല്ലാ കടങ്ങളും വീട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു നല്ല കഥയാണ്, ഇതൊരു ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ്. കാരണം നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പലയിടങ്ങളിലും തളർന്നു പോകാറുള്ളവരാണ്, അല്ലേ?
ഒന്ന് ആലോചിച്ച് നോക്കൂ. 7200 രൂപയുടെ കടം എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ? എങ്ങനെ അത് നമ്മൾ കടം വീട്ടി തീർക്കും? ഒരുപാട് ഔട്ട്ലെറ്റുകളുള്ള വലിയ സാമ്രാജ്യത്തിൻ്റെ ഒരു മുതലാളി ഒരു നിമിഷം ഇല്ലാതായപ്പോൾ തൻ്റെ ഭർത്താവ് ചെയ്ത അത്രയും ജോലികൾ ഒരു നിമിഷം ഏറ്റെടുക്കാനുള്ള മനോധൈര്യമുണ്ടല്ലോ. ആ ധൈര്യമാണ് തീർച്ചയായിട്ടും മാളവിക ഹെഗ്ഡെ എന്ന ആ വലിയ മനുഷ്യനെ, അദ്ദേഹത്തെ ഇത്ര ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. നമുക്ക് പ്രാർത്ഥിക്കാം, ഈ ബാക്കി വരുന്ന 1700 കോടി രൂപയുടെ കടം കൂടി വീട്ടിയിട്ട് CCD എന്ന സാമ്രാജ്യം വീണ്ടും പഴയ പോലെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ടാവട്ടെ. നമ്മളെല്ലാവരെയും കോഫിയാൽ നല്ല മനോഹരമായ കോഫി കുടിപ്പിക്കാൻ ഉള്ള ഭാഗ്യം CCDക്ക് ലഭിക്കട്ടെ. യെസ്, ഇറ്റ്സ് ട്രൂ. എ ലോട്ട് ക്യാൻ ഹാപ്പൻ ഓവർ എ കോഫി. ഒരു കപ്പ് കാപ്പിയിൽ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. താങ്ക് യു.